ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, ധനകാര്യമന്ത്രി അവതരിപ്പിച്ച 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിനെ സർവാത്മന പിന്തുണയ്ക്കുന്നു. വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്ന ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. സമഗ്ര മേഖലയിലും പുരോഗതി കൈവരിച്ച കേരളത്തെ ഒരു സംസ്ഥാനമെന്ന പരിഗണന പോലും കേന്ദ്രം നൽകുന്നില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ ഉണ്ടായിട്ട് പോലും അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആ വിഷയത്തിൽ ഒരു സഹായവും നൽകിയില്ല എന്ന കേന്ദ്ര നയം സ്വീകരിക്കുന്നു. കൈവരിച്ച പുരോഗതിയെ തള്ളിപ്പറഞ്ഞാൽ സഹായം നൽകാമെന്ന പ്രഖ്യാപനം നടത്തി കേരളത്തെ അവമാനിക്കുകയാണ് BJPയും കേന്ദ്ര സർക്കാരും. ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുമെന്ന പ്രഖ്യാപനമാണ് ബഡ്ജറ്റ്. അർഹതപ്പെട്ട നികുതി വിഹിതം പോലും തരാതെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളം കരകയറുന്നു എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം മലയാളി എന്ന നിലയിൽ അഭിമാനിക്കേണ്ടുന്നതാണ്. കേന്ദ്ര ബഡ്ജറ്റിലെ പല പ്രഖ്യാപനങ്ങളും കേരളം വർഷങ്ങൾക്ക് മുമ്പേ നടപ്പാക്കിയ പദ്ധതികളാണ്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൽ 50% വർധനവുണ്ടായി എന്നത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി വിളിച്ചോതുന്നു. ബഡ്ജറ്റിൽ നികുതി ഭാരം കൂട്ടി എന്നാണ് ഇവിടെ പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ വസ്തുത എന്താണ്? വർഷം 1.74 ലക്ഷം കോടിയിലേറെ രൂപ സംസ്ഥാന വികസനത്തിനായി ചെലവിടുമ്പോഴും സർക്കാർ 646 കോടി രൂപയുടെ നികുതി വർധനവ് മാത്രമാണ് ബഡ്ജറ്റിൽ പ്രത്യക്ഷമായി പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി വർദ്ധിപ്പിക്കാത്ത ഭൂനികുതിയിൽ 50% വർധനവ് വരുത്തുന്നത് എന്നതിനെ പെരുപ്പിച്ച് കാണിച്ച് നികുതി ഭാരമെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഭൂനികുതിയിൽ ചെറിയ മാറ്റം വന്നതോടെ 100 കോടി രൂപ മാത്രമാണ് അധികമായി ലഭിക്കുക. ഇതിൻ്റെ ഒരു ചെറിയ കണക്ക്, പഞ്ചായത്തിൽ 8.16 വരെ 5 രൂപയുള്ളത് 7.5 രൂപയാണ് ആക്കിയിട്ടുള്ളത്, അതായത് 50% വർധനവ്. മുനിസിപ്പലിൽ 2.436 വരെ 10 രൂപ എന്നത് 15 രൂപയാണ് ആക്കിയിട്ടുള്ളത്. കോർപ്പറേഷനിൽ 1.6 വരെ 20 രൂപ എന്നുള്ളത് 30 രൂപയാണ്. ഒരു വർഷങ്ങളായിട്ട് വർദ്ധിപ്പിക്കാത്തൊരു നികുതി വർദ്ധിപ്പിക്കാൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കേരളം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവസാനിപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളം ബദൽ വിഭവ സമാഹരണം വഴി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ച് മുന്നേറുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന ബഡ്ജറ്റ് എല്ലാ മേഖലകളെയും പരിഗണിച്ചു. സർക്കാർ സർവീസ് നിയമനത്തിൽ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യയിലാകെ 64,000 നിയമനങ്ങൾ നടത്തിയതിൽ 34,000വും കേരളത്തിലാണ് എന്നത് എപ്പോഴും നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാനത്ത് 1.84 ലക്ഷം പേർക്ക് LDF സർക്കാർ പട്ടയം നൽകി. ലൈഫിൽ 8 വർഷം കൊണ്ട് 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് നൽകി. 5.58 ലക്ഷം ഹെക്ടറിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായി. കേന്ദ്രം തഴഞ്ഞാലും വയനാട് ജനതയെ കൈവിടില്ലെന്ന് പ്രഖ്യാപിച്ച് കേരളം ദുരന്ത പുനരധിവാസത്തിന് 750 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. അതിദരിദ്രമായി കണ്ടെത്തിയ കുടുംബങ്ങളെ ഇന്ന് വളരെ നാമമാത്രമായ നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ശരിക്കും വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന ഒന്നാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് 600 കോടി രൂപ നീക്കിവെച്ചു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു. ബഡ്ജറ്റ് കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നു. കേന്ദ്രം പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുമ്പോൾ കേരളം പൊതുമേഖലയെ ശക്തിപ്പെടുത്താൻ 275.10 കോടി രൂപ നീക്കിവെച്ചു. സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ 28 പുരസ്കാരങ്ങൾ വ്യത്യസ്ത വകുപ്പുകൾക്ക് ലഭിച്ചു. ഇവിടെ മാത്യു കോഴൽനാടൻ ഇവിടെ പ്രഖ്യാപിച്ചു, SLCക്ക് സേ പരീക്ഷയിൽ പാസ്സായ കുട്ടികളുടെ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമായിട്ട് അതേലെ കണക്കെടുക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നി. നമുക്ക് മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു വലിയ വകയല്ലേ അത് യഥാർത്ഥത്തിൽ. കേരളം എന്ന അതെ കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാണോ നമ്മുടെ നയം? ക്ഷീരമുള്ള ഒരു അകടിയും ചുവട്ടിലും ചോര തന്നെ കൗതുകം കൊതുകിന്ന് എന്നതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ആ കൊതുകാവാൻ ശ്രമിക്കാൻ പാടുണ്ടോ? നമ്മൾ മലയാളികൾ എന്നുള്ളതൊക്കെ നമ്മളെ
സംസ്ഥാനത്തിൻ്റെ വികസനത്തെ അല്ലേ നമ്മളിതിലൊക്കെ കണക്കിലെടുക്കേണ്ടത്. പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. വലിയ സങ്കടം തോന്നുന്നു ശരിക്കും. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിരിക്കണം എന്നാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ എല്ലാത്തിനെയും തകർക്കുന്ന ഒരു നയം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത് പ്രതിപക്ഷത്തോട്. അതേപോലെ നമുക്ക് വ്യവസായ മേഖലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഉണർവ് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയും. ഒരു കാലത്ത് വ്യവസായ മേഖലയ്ക്ക് ആകെ 1831.36 കോടി രൂപയെ വകയിരുത്തിയിട്ടുണ്ട്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് 254.93 കോടി 53 കോടി രൂപ നീക്കിവെച്ചു. ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 795.09 കോടി രൂപ വകയിരുത്തി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സ്റ്റാർട്ടപ്പുകളുടെയും സ്വയം പര്യാപ്തതയും ശാക്തീകരണവും ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് 9 കോടി രൂപ അനുവദിച്ചു. പീഡിത വ്യവസായങ്ങളുടെ പുനർജീവനത്തിന് പുതിയ പദ്ധതി 4 കോടി രൂപ വകയിരുത്തി. കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ വകയിരുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്രമായ സാമ്പത്തിക പുനഃസംഘടനാ പദ്ധതിക്ക് 275.10 കോടി രൂപ അനുവദിച്ചു. കോവളം, മുന്നാർ, കുമരകം, ഫോർട്ട് കൊച്ചി മേഖലകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ടൂറിസം വീടുകളെ പ്രയോജനപ്പെടുത്തി വികസനത്തിന് കെ ഹോംസ് പദ്ധതി പ്രകാരം ചെലവുകൾക്ക് 5 കോടി രൂപ അനുവദിച്ചു. കോവർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കാനുള്ള വായ്പാ പദ്ധതിക്ക് പലിശ സബ്സിഡി നൽകാൻ 10 കോടി രൂപ അനുവദിച്ചു. ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് ഹൈഡ്രജൻ വാലി പദ്ധതി, എഥനോൾ ഉൽപ്പാദന സാധ്യതകൾ പഠിക്കാൻ 10 കോടി. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനരുദ്ധക്രമീകരണ പദ്ധതിക്ക് 10 കോടി. മുതിർന്ന പൗരന്മാർക്ക് പൊതുസംരംഭങ്ങൾ തുടങ്ങാൻ ന്യൂ ഇന്നിങ്സ് പദ്ധതിക്ക് 5 കോടി. വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതീകരണത്തിന് 5 കോടി. പട്ടികവർഗ ഗോത്ര നഗറുകൾ സൗരോർജ പാനൽ സ്ഥാപിക്കാൻ 5 കോടി. സത്യത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വ്യവസായ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള മാറ്റങ്ങൾ ചെറുതാണോ? 1,00,000 MSME പ്രോജക്റ്റുകൾ തുടങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്ത് 3 ലക്ഷത്തിലധികം പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ലേ? എത്ര പേർക്ക് ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുള്ളത്? സത്യത്തിൽ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് ഇന്നും പ്രതിപക്ഷത്തിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. എല്ലാ മേഖലയിലും നമ്മൾ ആരോഗ്യ മേഖലയിൽ ഇപ്പം നമുക്ക് വയോജനങ്ങൾക്ക് വലിയ സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഏകദേശം 17% ഇപ്പോൾ വയോജനങ്ങളുള്ളത് കേരളത്തിൽ നിന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2030 ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം 24% മാറുന്ന വയോജന സൗഹൃദ സംസ്ഥാനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എല്ലാ ജില്ലകളിലും നമുക്കതൊക്കെ സാധ്യമായിട്ടുള്ളത് ആയുസ് ദീർഘിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പുരോഗതിയാണ്. കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിരവധി മെഡിക്കൽ കോളേജ്, നിരവധി ആശുപത്രികൾ, നമുക്ക് എത്ര കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ. എല്ലാ ജില്ലകളിലും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. എല്ലാ ജില്ലാതല ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ഉള്ള സംസ്ഥാനമായി കേരളം മാറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ കെയർ സെൻ്ററിന് പുതിയ ഉപകരണം വാങ്ങാൻ പണം വകയിരുത്തി. കോഴിക്കോട് ആധുനിക കാലത്ത് കാത്ത് ലാബിന് 45 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് 658 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഒരു കാലത്ത് PHC സെൻ്ററുകളായിരുന്നത് മുഴുവൻ ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ UDF സർക്കാർ കാലത്ത് നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പിന്മാറിയ പ്രധാന പദ്ധതികൾ ഏറ്റെടുത്ത് അന്തിമഘട്ടത്തിൽ. കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ മുഖ്യ ഘടകമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അത് പറഞ്ഞല്ലോ. സത്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൽ കിഫ്ബി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരു ചെറുതാണോ? ശരിക്കും നമുക്ക് എല്ലാവർക്കും, നാട്ടിലെ എല്ലാ MLA-മാർക്കും അതിൻ്റെ സൗകര്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേന്ദ്രം അവഗണിക്കുമ്പോഴും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ LDF സർക്കാരിനെ ദുർബലപ്പെടുത്താൻ LDF BJP-യുമായി UDF BJP-യുമായി കൂട്ടുകൂടുന്നു. ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ അനുവദിക്കുകയില്ല എന്ന് UDF പ്രഖ്യാപിക്കുന്നു. K-ഫോൺ ഉൾപ്പെടെ UDF കോടതിയിൽ പോയി തിരിച്ചടി നേരിട്ട് എന്നിട്ടും പാഠം പഠിക്കുന്നില്ല. കേരളത്തിൻ്റെ വികസനം തകർക്കാൻ UDF BJP മാധ്യമ ഐക്യമുണ്ടാക്കുന്നു. വിഴിഞ്ഞം തുറമുഖം അർഹതപ്പെട്ട കേന്ദ്ര സഹായം നിഷേധിക്കുന്നു. ഈ ചെറിയ കാലം കൊണ്ട് തന്നെ 2,75,000 കണ്ടെയ്നറുകളാണ് ഇതുവരെ വിഴിഞ്ഞത്തെത്തിയിട്ടുള്ളത്. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ അതിൽ നമുക്ക് വരാൻ വേണ്ടി. ബഡ്ജറ്റ് നവകേരള കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കും. മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി രൂപീകരണം കോഴിക്കോടിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. കോഴിക്കോട് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനം സന്തോഷം നൽകുന്നു. പക്ഷേ ആ അവസരത്തിൽ തിരുവനന്തപുരത്ത് 2025-26
അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുന്നു. പക്ഷേ കോഴിക്കോടിനെ കുറിച്ച് അതിലൊന്നും പറയുന്നില്ല. അത് തിരുവനന്തപുരത്തെ പോലെ തന്നെ കോഴിക്കോടിനെ കൂടി അംഗീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റ് 1-2 കാര്യങ്ങൾ കൂടി, ഒരു നിർദ്ദേശങ്ങൾ. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സിൽ 16 ഏക്കർ സ്ഥലമാണുള്ളത്. അവിടെ നമ്മൾ പഴയ കാലത്തെ പൂർവ്വകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളെ അത് പൊളിച്ച് നീക്കിയിട്ട് നമുക്കവിടെ ഒരു 2 ടവറുകൾ നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ ജീവനക്കാരെ അവിടെ പുനരധിവസിപ്പിച്ചാൽ ഒരുപാട് സ്ഥലം ബാക്കി നിൽക്കും. നമുക്ക് ഒരു നല്ല കൺവെൻഷൻ സെൻറ്റർ കോഴിക്കോട് ഇല്ലാത്ത ഒന്നാണ്. അതിനൊരു 25 കോടി റുപ്യ വകയിരുത്തണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ പൂനൂർ പുഴയിൽ വെള്ളം സമീപഭാഗത്തേക്ക് കയറുന്നതുകൊണ്ട് അവിടെ കണ്ണാടിക്കൽ പ്രദേശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് മാറ്റിയേക്കാൻ ഒരു സെക്കൻഡ് വിളിച്ചു 5 കോടി റുപ്യ അനുവദിക്കണം എന്നുള്ള. വെസ്റ്റിൽ ബട്ടർ റോഡിൽ നമ്മളൊരു പുലിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടി 3 കോടി റുപ്യ 2 വർഷം മുമ്പ് അനുവദിച്ചതാണ്. അതിപ്പം മദ്രാസ് IIT പരിശോധിച്ചിട്ട് 7 കോടി റുപ്യ വരുമെന്ന് പറഞ്ഞു. അതിന് ബാക്കി തുക അനുവദിക്കണം. ഇൻ്റർനാഷണൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കും 50 കോടി റുപ്യ വകയിരുത്തിയിരുന്നു. പക്ഷേ അത് അവയവമാറ്റ ശസ്ത്രക്രിയക്കായിട്ട് ആ സ്ഥലം മാറ്റി വെച്ചതുകൊണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഒരു സെക്കൻഡ് കൂടെ, ഞാൻ എപ്പോഴെങ്കിലല്ലേ ഞങ്ങളൊക്കെ പറയാറുള്ളൂ. അങ്ങനെ അതിനൊരു 50 കോടി റുപ്യ വകയിരുത്തിയിട്ട് അതൊന്ന് നടപ്പിലാക്കാനുള്ള ഇത് വേണം. അതേപോലെ LSGDക്ക് 27% ഉള്ളത് 78% മാറ്റി. അതേപോലെ ഒരു പ്രധാനപ്പെട്ട നമ്മളെ സിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് റോഡ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 6 റോഡുകൾ തന്നതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത റോഡ് തന്നെയുണ്ട്. അതിപ്പോൾ നാഷണൽ ഹൈവേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അത് മുറിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അവിടെ ഒരു മേൽപ്പാലം നിർമ്മിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. അങ്ങനെ സമഗ്രമായിട്ടുള്ള കോഴിക്കോടിൻ്റെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുവരുന്നു.